നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ഒരുപാട് പെർഫോമൻസുകൾ, ഒരുപാട് തമാശകൾ എല്ലാം കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. സോ റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗമ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അലിയൻസ് കണ്ടിട്ട് ഒരു പുതിയ ഓഫർ, ഒരു സിനിമയിൽ അല്ലെ നായികയായിട്ട്. നായിക പ്രാധാന്യമായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല ഷൂട്ട്, എനിക്കൊരു ദിവസം കൂടെ ഉണ്ട്. ഒരുപാട് ഇതിനു മുമ്പൊക്കെ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ ഫീൽഡിലുള്ള ഇപ്പോൾ ഷാജോൻ ചേട്ടനാണെങ്കിലും ഹരിശ്രീ അശോകൻ ചേട്ടൻ, മറ്റേ പക്രു ചേട്ടൻ, അവരൊക്കെ സിനിമ എടുക്കുമ്പോഴൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് അളിയൻസിന്റെ ലൊക്കേഷനിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കൂടെ വരാൻ എനിക്ക് ആരും ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ വരാനൊന്നും ആരുമില്ല. അപ്പം എനിക്കിങ്ങനെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ പോകും, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പേടിയുള്ള കൂട്ടത്തിരുന്നു. ഇപ്പോഴാണ് പിന്നെയും കൂടെ നമ്മൾ ഇങ്ങനെ ഒരു കുറച്ചും കൂടെ ആക്റ്റീവായി തുടങ്ങിയത്. അപ്പം അങ്ങനെ പോകും, ആരും ഇല്ല കൂടെ, വേണ്ട, വരുന്നതൊക്കെ അങ്ങ് ഒഴിവാക്കി വിടും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം ഇത് പക്ഷേ ഇപ്പൊ നമുക്കൊരു ഇങ്ങനെ ആയതുകൊണ്ട് ഇന്നൊരു നല്ലൊരു അങ്ങനെ ചെയ്തു. അപ്പൊ അത് വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും അല്ലേ? എന്നായിരിക്കും അത്? സന്തോഷ് കീഴാറ്റൂരുണ്ട്. ഞാൻ മേഘനാഥൻ ചേട്ടന്റെ പേരായിട്ട്. അതായത് തിയേറ്റർ സിനിമ ആയിട്ടാണോ? അത് ഒന്നും അറിയാം. അങ്ങനെ അവര് തിയേറ്റർ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കോവിഡിന്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉള്ള ഷൂട്ട് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു വേഷം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ കാണാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഓൾ ദ വെരി വെരി ആൻഡ് നമ്മുടെ റിയാസികയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഈ ട്രൂപ്പൊക്കെ നടത്തുമ്പോൾ സ്റ്റേജിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അതേ സമയത്തിന് ചെല്ലാൻ പറ്റായിക, അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് മാറിപ്പോ, കുറിച്ചിടുന്ന ഡേറ്റ് മാറിപ്പോ, അങ്ങനെ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഓർമ്മകൾ. എനിക്ക് പെട്ടെന്ന് മാന്നാർമത്തായി സ്പീക്കിംഗ് ആണ് ഓർമ്മ വരിക. അങ്ങനത്തെ എന്തെങ്കിലും നായിക എവിടെ കേറിപ്പോടി വിത്തക്കാളി ഇതൊക്കെ പറയുന്ന അത് സ്റ്റേജ് ട്രൂപ്പിന്റെ പ്രോഗ്രാം അല്ല കേട്ടോ. എന്നെ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ട് പറഞ്ഞു 7-ാം തീയതി 6 മണിക്കാണ് കൃത്യമായിട്ട് എത്തണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എത്താന്ന് പറഞ്ഞു. ഞാൻ 6-ാം തീയതി 7 മണിക്ക് അവിടെ ചെന്നു. നേരത്തെ 7-ാം തീയതി 6 മണിക്കുള്ള പരിപാടിയാ. ഞാനിത് കേട്ട് വെച്ച് മനസ്സിലിട്ടിട്ട് അവസാനം ഞാൻ 6-ാം തീയതി 7 മണിക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ അന്ന് പരിപാടിയൊന്നുമില്ല, സ്റ്റേജൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നേ പരിപാടി ഒന്നുമില്ല. ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാണ്. എന്തൊക്കെയുണ്ട് നാളത്തെ ഒരുക്കങ്ങൾ പക്ഷെ അത് അതായത് നേരത്തെ ചെന്നത് ഭാഗ്യം. എങ്ങാനും 8-ാം തീയതി 7 മണിക്കാ ചെല്ലുന്നെങ്കിൽ നല്ല രസമായിരുന്നു. എന്തായാലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ചേട്ടനോട് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആൻസർ പറയണം. ഓക്കെ, ആദ്യത്തെ, അതായത് നമ്മളിങ്ങനെ പറയണം, എടാ അടുത്ത പരിപാടിക്ക് നല്ല കുറച്ചും കൂടി പൈസ കൂട്ടിത്തരാം, തൽക്കാലം നീ ഇത് പിടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയും ഈ പൈസ തന്നെ നിനക്ക് തരും, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നേക്കാളും കൂടി വൃത്തിയായിട്ട് ചെയ്താൽ ഇത് തരും, ഇല്ലെങ്കിൽ ഇതിലും കുറയും. അങ്ങനെ പറയും. ഇങ്ങനെ ഒരാളോട്, എടാ നീ ഈ വർഷം ഫുൾ നമ്മുടെ കൂടെയാണ്, ഈ ഒരു 5 പ്രോഗ്രാം ഫ്രീ ആയിട്ട് ഇതാ, ബാക്കി പ്രോഗ്രാം നമുക്ക് സെറ്റ് ആക്കാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ മാതിരി 5 പ്രോഗ്രാം നമ്മുടെ വേണ്ടപ്പെട്ട ചുറ്റളവിലുള്ള പരിപാടികളാണ്. അങ്ങനെയുള്ള പ്രോഗ്രാം വരുമ്പോ പറയും, പറഞ്ഞ് കാല് പിടിക്കും. പിന്നെ പറഞ്ഞില്ലേ, അവർക്കും അറിയാം നമ്മുടെ ഈ ഒരു സീസണിൽ നമ്മുടെ ഇത്ര കുറെ സ്ഥിരം പ്രോഗ്രാമുകളുണ്ട്, അവിടെയൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അത് ഉള്ളതറിയാം, അത് പറയാറുണ്ട്. ഞാനെന്നല്ല, എല്ലാ ട്രൂപ്പുകളും പറയാം. ഇനി അടുത്തത്, നിന്റെ ഒരു കൗണ്ടർ പോലും ഇന്ന് ഏശിയിട്ടില്ല, അതുകൊണ്ട് നിനക്ക് ഇന്ന് പേയ്മെന്റ് 500 രൂപ കുറവാ, അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? നിന്റെ കൗണ്ടർ ഒന്നും ഏറ്റിട്ടില്ല, മാത്രമല്ല നീ നാളെ മുതൽ സ്കിറ്റ് കളിക്കണ്ട, നീ റെക്കോർഡിംഗ് സ്കിറ്റിൽ കയറിക്കോളാൻ പറയും. അപ്പൊ പകുതി പൈസ കൊടുത്താൽ മതി. അങ്ങനെയുണ്ട്. 500 കൊടുക്കണമെങ്കിൽ 250 കൊടുത്താൽ മതി, റെക്കോർഡിംഗ് ഐറ്റം മാത്രം കളിച്ചോന്ന് പറയും. ശരി. പിന്നെ അതായത് ഇന്ന് നിന്റെ എല്ലാ പെർഫോമൻസും സ്റ്റാറൊക്കെ നീ തകർത്ത് പെർഫോം ചെയ്തു, അതുകൊണ്ട് നിനക്ക് 500 രൂപ ഞാൻ അധികമായിട്ട് തരുന്നു, അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടില്ല. നീ ഇന്നത്തെ നിന്റെ പെർഫോമൻസ് കലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ അന്നൊക്കെ ചളവാക്കിയാലും ഞാൻ പിടിച്ചില്ലേ, ആ പിടുത്തത്തിനുള്ള കുറച്ചങ്ങ് തരാന്ന് പറയാം. അങ്ങനെയൊക്കെ ചെയ്യോ? വളരെ കുറവാണ്. എന്നാലും രസം അല്ലേ? അതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യാത്തതാണ്. അതുപോലെ നമ്മള് ഈ മാന്നാർ മത്തയിൽ പറയുന്ന പോലെ ഇന്ന് നമുക്ക് ഇന്റർനാഷണൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ഹാപ്പിനെസ്. അതെ, ഞങ്ങളുടെ അവിടെ ഇന്റർനാഷണൽ ഹോട്ടലുണ്ട്, തട്ടുകടയുണ്ട്. ഞങ്ങളുടെ ജംഗ്ഷനിലൊരു തട്ടുകടയുണ്ട്. അവിടെ സുരാജ് എപ്പോഴും പറയും ഇരുമ്പ് ദോശ എന്നാ പറയണത്. ഇരുമ്പ് ദോശ, കാരണം ദോശ വലിയ ദോശയാ. അപ്പോൾ പറയുന്നുണ്ട് കാക്കച്ചി. അപ്പോൾ കാക്കച്ചി നമുക്ക് അവിടെ ഇരുമ്പ് ദോശ തിന്നണ്ടേ, ഇരുമ്പ് ദോശയും ചമ്മന്തി. അതാണ് നിങ്ങളുടെ ഇന്റർനാഷണൽ? അതെ, ഞങ്ങളുടെ ഇന്റർനാഷണൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയാമോ, ബോക്സ് സാധനങ്ങളെല്ലാം കയറ്റി ഇറക്കുകയും ചെയ്യുന്നത് ഈ ആർട്ടിസ്റ്റുകളാണ്. അതിനുവേണ്ടി വേറെ ആളില്ല. അപ്പം അതുകൊണ്ട് കാപ്പിപ്പൊടി കമ്പനി വക ഫ്രീ. അത് ഇരുമ്പ് ദോശയാണ്. അതാകുമ്പോൾ ഒരാളിന് 2 ദോശ എന്ന സെറ്റാ.
ഇപ്പോഴത്തെ പൊറോട്ട തിന്നണ പോലെ. കൂടുതൽ കഴിക്കില്ല അതല്ലേ? അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സ്റ്റേജ് വിശേഷങ്ങൾ.